ഇപ്പൊ ആദ്യത്തെ ഇരുത്തത്തെ പറ്റിയാണല്ലോ പറയുന്നത്, ഇടയിലെ ഇരുത്തത്തെ പറ്റി. ആ ഇരുത്തത്തിന്റെ രൂപം എന്താണ്? രണ്ട് നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദുകൾക്കിടയിൽ ഇരുന്നിട്ടുണ്ട്. ഒന്നാമത്തെ രൂപം ജലസ അലാ റിജ്ലിഹിൽ യുസ്റാ വനസബൽ യുംന, റവാഹുൽ ബുഖാരി. ജലസ അലാ റിജ്ലിഹിൽ യുസ്റാ, ഇടത്തെ കാലിന്മേൽ ഇരിക്കും. വനസബൽ യുംന, വലത്തെ കാലിങ്ങനെ നാട്ടി വെക്കുകയും ചെയ്യും. നമ്മൾ ആദ്യത്തെ തഹയ്യാത്തിൽ ഇരിക്കുന്ന രൂപം തന്നെയാണ് ഇവിടെ. അതായത് സുജൂദ് എന്നുണ്ട്, എന്നാൽ ഇടത്തെ കാലി ഇങ്ങനെ അങ്ങോട്ട് വളച്ചിങ്ങനെ വെച്ച് അതുമലിരിക്കും. വലത് കാലിന്റെ വിരലുകൾ കിബിലക്ക് നേരെ ആകുന്ന രൂപത്തിൽ അത് കൂട്ടിങ്ങനെ നിർത്തുകയും ചെയ്യും. ഈ ഇരുത്തം ബഹുഭൂരിപക്ഷം ആളുകളും ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് ഖേദകരമാണ്. ഏതൊക്കെ രൂപത്തിലുള്ള ഇരുത്തങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒരു റിപ്പോർട്ട് കാണാം. വിരലുകൾ കിബിലയുടെ ഭാഗത്തേക്ക് തിരിക്കും. അതെങ്ങനെയാണ്? കാലിന്റെ ഈ വിരലുകൾ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് വെറുതെ ഇങ്ങനെ വെക്കലല്ല, കാലിന്റെ വിരലുകൾ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഈ വിരലുകൾ കിബിലയുടെ ഭാഗത്തേക്ക് പോകും. അങ്ങനെയാണ് രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരുന്നത്. ഒരു രൂപം അതാണ്. മറ്റൊന്ന് വക്കാന അഹ്യാന നബി, ചില അവസരങ്ങളിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക ഇരുത്തം. അതെങ്ങനെയാണ്? യൻതസിബു അലാ അഖിബൈഹി വസുദൂരി ഖദമൈഹി, രണ്ട് മടമ്പുമ്പലായിട്ടാണ് ഇരിക്കുക. അതായത് നമ്മൾ സുജൂദിൽ കിടക്കുന്ന സമയത്ത് കാലെങ്ങനെ വെക്കുകയാണെങ്കിൽ അതേ മോഡൽ തന്നെ ഇരിപ്പിടായ്മ കൊടുന്നാണ് വെക്കുക. അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അതും സുന്നത്തിൽപ്പെട്ടത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇരുത്തത്തിന്റെ ചിലപ്പോ പ്രയാസം, കാലിന് വല്ല വേദനയോ ബുദ്ധിമുട്ടോ ഒക്കെ ഉള്ള ആളുകൾക്ക് സുജൂദിൽ നമ്മൾ കാല് വെക്കുമല്ലോ, സുജൂദിൽ ആ മോഡലിൽ തന്നെ രണ്ട് മടമ്പുമ്പൽ വന്നിട്ടാണ് ഇരിക്കുക. ആ രൂപത്തിൽ ഇടയിൽ ഇരുന്നതായിട്ടും റിപ്പോർട്ടുണ്ട്. അത് ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. താവൂസ് എന്നു പേരുള്ള ഒരു താബിഈ, അതായത് സ്വഹാബാ കിറാമിന് ശേഷമുള്ള കാലഘട്ടത്തിൽ സ്വഹാബികളെ കണ്ടിട്ടുള്ള ആളുകൾക്കാണ് താബിഈ എന്ന് പറയുന്നത്. അവരിൽ പ്രമുഖനായ ഒരാളായിരുന്നു താവൂസ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയാണ്, ഖുൽനാ ലിബ്നു അബ്ബാസ്, ഞങ്ങൾ ഇബ്നു അബ്ബാസിനോട്, സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ്, നബിയുടെ നിസ്കാരം കണ്ട മനുഷ്യനാണ്. ഇബ്നു അബ്ബാസിനോട് ഞങ്ങൾ ചോദിക്കുകയുണ്ടായി, ഫിൽ ഇഖ്ആഇ അലൽ ഖദമൈനി, ഇങ്ങനെ ഈ ഇടയിലെ ഇരുത്തത്തിൽ കാലിന്റെ മടമ്പുമ്പൽ വന്ന് രണ്ട് കാലുമ്പലും കൂടെയാണ് ഇരിക്കുന്ന സമ്പ്രദായം, എന്താണ് താങ്കൾ അതിനെ സംബന്ധിച്ച് പറയുന്നത്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ സുന്നത്തു, ഹിയ സുന്നത്തു, അത് സുന്നത്താണ്, അത് നബിചര്യയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയിൽപ്പെട്ട ഒരു സമ്പ്രദായം തന്നെയാണ് അത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെയും ഇരിക്കാമെന്നർത്ഥം. ആദ്യത്തെ ഇരുത്തത്തിന് പ്രയാസം എങ്ങനെയെങ്കിലും തോന്നുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഈ ഇരുത്തം, അപ്പൊ ഈ വിശദീകരിച്ച ഈ രണ്ടാമത്തെ രൂപം ഉണ്ടല്ലോ, ഈ രണ്ടിലപ്പുറമുള്ള ഒരു രൂപം കണ്ടിട്ടില്ല, നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ രണ്ടിലും പെടാത്ത ഇരുത്താണ് ബഹുഭൂരിപക്ഷ ആൾക്കാരും ഇരിക്കുന്നത്. ഒന്നുകിൽ രണ്ട് ഇഞ്ചു ചിഹ്നത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. ഒരു കാര്യം ഇങ്ങനെ വെച്ച് മറ്റേ കാര്യത്തിൽ ഇങ്ങനെ കഴിച്ചു വെച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാർ, അത് വേറൊരു മോഡൽ. വേറെ ചില ആൾക്കാർ ഒന്നുമില്ലാത്ത രൂപത്തിൽ കാലി ഇടത്തെ കാലിങ്ങനെ വെക്കും, വലത്തെ കാലം ഇങ്ങനെ പരത്തി അങ്ങോട്ട് നീട്ടി വെക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. ഇതൊക്കെ നബിചര്യക്ക് എതിരുള്ള ഇരുത്താണ്. ഒന്നാമത്തെ ആ ഇരുത്താണ് ഒരു ചര്യ, അത് ഇടത്തെ കാലിങ്ങനെ കടത്തി വെച്ച് അയിമരിക്കുക, വലത്തെ കാലിങ്ങനെ കുത്തി വെക്കുക. ഇതിന് പ്രയാസം ഉണ്ടെങ്കിൽ എളുപ്പമുള്ള പണിയാണ് രണ്ടാമത്തതും സുന്നത്താണല്ലോ. എന്ത്? സുജൂദി കിടക്കുന്ന അതേ മോഡലിന് അങ്ങോട്ട് ഉയർന്നിട്ട് രണ്ട് ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ ഇല്യത്തൈഹി എന്നാണ് ഹദീസിൽ പറയുന്നത്, രണ്ട് ചന്തിയും എന്നർത്ഥം. അത് കാലിന്റെ രണ്ട് മടമ്പുമ്പലും കൂടുന്നാണ് വെക്കുക, കാല് കുത്തി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ആർക്കും പ്രയാസം ഉണ്ടാവില്ല. ആദ്യത്തിന് പറ്റൂലെങ്കിൽ ഈ സുന്നത്തെങ്കിലും എടുക്കാന്ന് വെക്കുക. വേറുള്ള ഒരു മോഡലുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം.